Hi guys, welcome back to the YouTube channel. Today is day 18 of 150-day lead code challenge. So 18th ക്വസ്റ്റ്യനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2-pointer ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം 2-pointerലൊരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ ഏകദേശം 3 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊരു 2-pointer ബേസ് ചെയ്തിട്ടുള്ള 2-pointer കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടൊന്ന് വായിക്കാം. ഗിവൺ എ 0 ഇൻഡെക്സ്ഡ് സ്ട്രിങ് വേർഡ് ആൻഡ് എ ക്യാരക്ടർ CH. അപ്പോൾ ഇവിടെ ഒരു 0 ഇൻഡെക്സ്ഡ് സ്ട്രിങ് തന്നിട്ടുണ്ട്, വേർഡ് ആൻഡ് ഒരു ക്യാരക്ടർ തന്നിട്ടുണ്ട് CH. ഓക്കെ, റിവേഴ്സ് ദ സെഗ്മെൻറ്റ് ഓഫ് വേർഡ് ദാറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ഇൻഡെക്സ് 0. അതായത് and end at the index of first occurrence of CH. If the character CH does not exist in the word, do nothing. For example, if word is equal to ABCDF EF D, CH is equal to D, then you should reverse the segment that start at 0 and end at 3 inclusive. This resulting string will be DCBAEFD. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വേർഡ് എന്ന് പറയുന്നൊരു സ്ട്രിങ് തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്യാരക്ടറും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വേർഡിനകത്ത് ക്യാരക്ടർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ആ ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് അക്വറൻസ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് 0th ഇൻഡെക്സ് വരെ ഉള്ളത്. അപ്പോൾ ഇവിടെ D ആണ് ക്യാരക്ടർ, ഇപ്പോൾ D ഇവിടെയാണ് ആദ്യമായിട്ട് വരുന്നത്. ആ D തൊട്ട് 0th ഇൻഡെക്സ് വരെയുള്ള പോയിൻ്റ്, അതായത് ഈ ഒരു പോയിൻ്റ് വരെ ഉള്ളത് റിവേഴ്സ് ചെയ്ത് ഇടണം. എന്നിട്ട് ആ സ്ട്രിങ് തന്നെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത് ABCD എന്നുള്ളത് അവിടം വരെയുള്ളത് മാത്രം DCBA എന്നാക്കി, കണ്ടില്ലേ, DCBA. പിന്നുള്ളത് EFD, അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ സംഭവം അത്രയേ ഉള്ളൂ. നമുക്കത് ഒന്ന് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. സോ ബേസിക്കലി നമുക്കിവിടെ ABCDEFD സെയിം ഇൻഡെക്സ് തന്നെ നമുക്ക് എടുക്കുക അല്ലേ. സോ നമുക്ക് ഇതിവിടെ കിട്ടിയിട്ടുണ്ട്, ABCDEFD. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കാണുന്ന ഒരു ഇൻഡെക്സിനകത്ത് D കണ്ടുപിടിക്കണം. D കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഐട്രേറ്റ് ചെയ്ത് D വരെ പോകും എന്നുള്ളതാണ്. പിന്നെ ബേസിക്കലി നമ്മളിവിടെ 2-pointer യൂസ് ചെയ്യുന്നതുകൊണ്ട് ഐട്രേറ്റ് ചെയ്യാനും 2-pointer തന്നെ യൂസ് ചെയ്യാം. സോ തൊട്ട് ഓരോന്നായിട്ട് മൂവ് ചെയ്ത് ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് വരെ എത്തുന്നത് വരെ, അല്ല ഇവിടെ 0 1 2 3 4 5 6 അങ്ങനെയാണ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ 0th ഇൻഡെക്സ് മുതൽ 6 ഇൻഡെക്സ് വരെ നമ്മളിങ്ങനെ ഓരോന്നും എടുക്കും അല്ലേ. എടുത്തിട്ട് CH എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും, ഈക്വൽ ആണോ നോക്കും. അല്ല, അടുത്ത ഇൻഡെക്സിലോട്ട് പോകും, ഫസ്റ്റ് ഇൻഡെക്സിൽ പോകും, അവിടെയുള്ള വാല്യൂ എടുത്തിട്ട് CHൻ്റെ വാല്യൂ ആയിട്ട് ഈക്വൽ ആണോ നോക്കും. അല്ല, അടുത്ത വാല്യൂ എടുക്കും, അതെടുത്തിട്ട് CHൻ്റെ വാല്യൂ ആണ് ഈക്വൽ ആണോ നോക്കും, അതുമല്ല. അങ്ങനെ അടുത്തൊരു വാല്യൂ എടുത്തു, റാൻഡമായിട്ട് തന്നെ CHൻ്റെ വാല്യൂ ഈക്വൽ ആണോ നോക്കിയപ്പോൾ ഈക്വൽ ആണ്, D തന്നെയാണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് നമുക്കിവിടെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഇൻഡെക്സ് കിട്ടിയേ പറ്റും. എന്തിനാ, നമുക്ക് ആ ഇൻഡെക്സ് തൊട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വരെ ഉള്ളത് തിരിഞ്ഞ് വരണം അല്ലേ. അപ്പോൾ ഇത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് തിരിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൻ്റെ ആകെയുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം ഐട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബേസിക്കലി സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ കണ്ട ഇൻഡെക്സ് തൊട്ട് ഇവിടം വരെ ഉള്ളത് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്താണ് വഴി? ഇപ്പം നമുക്ക് ഇൻഡെക്സ് ഇവിടെ 3 എന്നുള്ളത് കിട്ടി, ബേസിക്കലി 3 എന്നുള്ളത് കിട്ടി. 3 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ 0 മുതൽ 3 വരെയുള്ളത് അല്ലേ, 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് തിരിഞ്ഞ് വരണം. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ A to D ആണല്ലോ, ABCD എന്നാണല്ലോ, 0 1 2 3. ഇതെങ്ങനെയാണ് ഇത് റിവേഴ്സ് ചെയ്തെടുക്കുന്നത്? പ്രത്യേകിച്ച് 2-pointer യൂസ് ചെയ്തിട്ട്
നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഉള്ള ഇൻഡെക്സ് വാല്യൂവിനെ എടുത്തിട്ട് ഇവിടെ ഇടും, അതേപോലെ തന്നെ ഇവിടെ ഉള്ള വാല്യൂവിനെ എടുത്ത് ഇവിടെ ഇടും. ബേസിക്കലി ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കും. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം സ്വാപ്പിംഗ് ആണ്, അല്ലാതെ ഈ ഒരു സ്റ്റേറ്റിൽ നടക്കില്ല, സ്ട്രിങ്ങിൽ നടക്കില്ല അല്ലേ. നമ്മളതിനെ എന്ത് ചെയ്യും, നമ്മളതിനെ ഇൻഡെക്സിലോട്ട് കൺവേർട്ട് ചെയ്യും, അതിനെ എന്താ പറയുക, ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് ലിസ്റ്റാക്കും. അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പിൽ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം ആ 0 to 3 വരെ ഉള്ളതിനെ നമ്മൾ ഈ പൊസിഷനിലുള്ളതിനെ ഈ പൊസിഷനിലോട്ട് സ്വാപ്പ് ചെയ്യും, ആ പൊസിഷനിൽ കിടന്നതിനെ ഈ പൊസിഷനിലോട്ട് സ്വാപ്പ് ചെയ്യും, ഈ പൊസിഷനിലുള്ളതിനെ ഇവിടോട്ട് സ്വാപ്പ് ചെയ്യും, ഇവിടെ ഇരുന്നതിനെ ഇതിനെ സ്വാപ്പ് ചെയ്യും അല്ലേ. ബേസിക്കലി അതിന് 2 പോയിൻ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ABCD എന്നുള്ള കേസ് തന്നെയാണെന്നിരിക്കട്ടെ, 0 1 2 3 എന്നാണ് ഇതിൻ്റെ ഇൻഡെക്സ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു പോയിൻ്റർ ഇവിടെ വെക്കും, മറ്റേ സെക്കൻഡ് പോയിൻ്റർ റൈറ്റ് എൻഡിൽ വെക്കും. അപ്പോൾ 2 പോയിൻ്റർ 2 സ്ഥലത്ത് വെച്ചു. എന്നിട്ട് ഈ പോയിൻ്ററിൽ കിടക്കുന്ന വാല്യൂവിനെ ഈ പോയിൻ്ററിൽ കിടക്കുന്ന വാല്യൂലോട്ട് സ്വാപ്പ് ചെയ്യും, ഈ പോയിൻ്ററിൽ കിടക്കുന്ന വാല്യൂവിനെ ഇതിലോട്ട് സ്വാപ്പ് ചെയ്യും. എന്നിട്ട് പോയിൻ്റർ കൊടുക്കും. ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് എന്താ സൊല്യൂഷൻ, എക്സ് ഓഫ് 0 അല്ല പോയിൻ്റർ എന്ന് പറയാം. ഇതിപ്പോൾ ഇത് P1 ഇത് P2 ആണെന്ന് വെച്ചാൽ ഈ പോയിൻ്ററിൻ്റെ പേരാണ്. അപ്പോൾ എക്സ് ഓഫ് P1 എക്സ് ഓഫ് P2 ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് P2 എക്സ് ഓഫ് P1. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്വാപ്പാവും അല്ലേ പിയിലുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ വട്ടം ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴും നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പോയിൻ്റർ കൂട്ടും. ഈ P1 എന്നുള്ള പോയിൻ്റർ ഒരെണ്ണം ആഡ് ആക്കും, P2 എന്ന് പറഞ്ഞ പോയിൻ്റർ ഒരെണ്ണം കുറയ്ക്കും അല്ലേ. P1 പ്ലസ് ഈസ് ഈക്വൽ ടു 1, P2 എന്നുള്ളത് മൈനസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ എവിടം വരെ ഇത് എൻഡ് ആവണം, നടുക്കെത്തുമ്പോൾ ഇത് എൻഡ് ആവണം അല്ലേ. അതിനെന്താണ് നമ്മൾ വൈൽ ലൂപ്പ് ഇടും അല്ലേ. എങ്ങനെ വൈൽ ലൂപ്പ് ഇടുന്നത്, ലാസ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. നമ്മൾ ബേസിക്കലി 2 പോയിൻ്ററിൽ ഒരു വൈൽ ലൂപ്പിലാണ് അത് റൺ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻ്റർ ഓൾവേസ് സെക്കൻഡ് പോയിൻ്റർ P2വിനേക്കാട്ടിലും ചെറുതായിരിക്കണം. സോ വൈൽ P1 സ്മോളർ ദാൻ P2 എന്നുള്ളൊരു വൈൽ ലൂപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ തീരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കും, ഈ വാല്യൂസ് അത്രയും സ്വാപ്പായി കിട്ടും. അപ്പോൾ നമ്മളത് ഓൾറെഡി ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ആ കിട്ടിയ വാല്യൂ ഒരു ലിസ്റ്റിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റിൽ നിന്നും തിരിച്ച് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതുവരെ ഒരു ലോജിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ചെയ്യാം. 2 പോയിൻ്റർ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് ഒരു പോയിൻ്റ്, റൈറ്റ് എന്ന് പറയുന്ന അടുത്ത പോയിൻ്റ്. നമ്മൾ അതിനെ 0 എന്നും ലെൻ ഓഫ് വേർഡ് -1. എന്തിനിപ്പോൾ ഇങ്ങനെ ചെയ്തേ, ബേസിക്കലി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ള സ്റ്റെപ്പ് സിമ്പിളായിട്ട് 2 പോയിൻ്റ് ഇട്ട് ചെയ്യുക. അവിടെ ABCDEFG എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു പോയിൻ്റർ ഇവിടെ വെച്ചു, സെക്കൻഡ് ഒരു പോയിൻ്റർ ഇവിടെ വെച്ചു. ഇത് ലെഫ്റ്റ് എന്ന് പറഞ്ഞ പോയിൻ്റർ, ഇത് റൈറ്റ് എന്ന് പറഞ്ഞ പോയിൻ്റർ അല്ലേ. എന്നിട്ട് ലെഫ്റ്റ് പോയിൻ്റർ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോവുക, റൈറ്റ് പോയിൻ്റർ എത്തുന്നത് വരെ ഇത് കൂട്ടി കൂട്ടി കൊണ്ടുപോവുക. ബേസിക്കലി ഫോർ ലൂപ്പ് ഇടുന്നതിന് പകരം നമ്മൾ 2 പോയിൻ്റർ ഇട്ടതിനെ കൺസിഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ ലെഫ്റ്റ് പോയിൻ്റർ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു അല്ലേ, റൈറ്റ് പോയിൻ്റർ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും, അതിന് നമുക്ക് ഇൻഡെക്സ് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വേരിയബിൾ എഴുതാം അല്ലേ. ഫൗണ്ട് ഇൻഡെക്സ് എന്നുള്ള പേരിൽ ഒരു വേരിയബിൾ എഴുതുന്നു. ഇത് -1 കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് തീരുന്നത് വരെ നമുക്ക് ആ CH എന്ന് പറയുന്ന വാല്യൂ വേർഡിനകത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ എഴുതാൻ പോകുന്ന ലൂപ്പ് തീരുന്നത് കഴിയുമ്പോഴും CHൻ്റെ വാല്യൂ വേർഡിനകത്ത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, CH നമ്മൾ പറയുന്ന വേർഡ് അതേപോലെ റിട്ടേൺ ചെയ്യും അല്ലേ.
അപ്പോൾ നമുക്കത് എഴുതാം. വൈൽ ലെഫ്റ്റ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ്. കാരണം എന്താ, ലെഫ്റ്റ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് എന്താ, ലെഫ്റ്റിലുള്ള വാല്യൂ നമ്മൾ മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും ഈ പോയിൻ്റർ. റൈറ്റിലുള്ള പോയിൻ്റർ ലാസ്റ്റ് ഇൻഡെക്സിൽ നിൽക്കും. അപ്പോൾ ലെഫ്റ്റിലുള്ള പോയിൻ്റർ ലാസ്റ്റ് ഇൻഡെക്സിൽ എത്തുന്നത് വരെ നമുക്ക് ഈ ലൂപ്പ് മതി. ഓക്കെ, അപ്പോൾ സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് പോയിൻ്റർ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളത് ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഇവിടെ ഇഫ് ചെക്കാണ് അടുത്തത് അല്ലേ. ഇഫ് ആ P1 അതായത് ലെഫ്റ്റ് പോയിൻ്ററിലുള്ള വാല്യൂ CHുമായിട്ട് കമ്പയർ നോക്കും. ഇഫ് വേർഡ് ഓഫ് ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു CH മാച്ച് ആവുന്നുണ്ടോ നോക്കും. മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഫൗണ്ട് ഇൻഡെക്സിലോട്ട് നമ്മൾ ആ ഇൻഡെക്സ് വാല്യൂ എടുത്ത് വെക്കും. ഫൗണ്ട് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ്, കാരണം ലെഫ്റ്റ് ആണല്ലോ ഇൻഡെക്സ് വാല്യൂ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. പിന്നെ നമുക്ക് ആ ലൂപ്പ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക്കലി ഇത് റൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻജിൻ മൂവ് ആവണ്ടേ, അല്ലെങ്കിൽ ആ വൈൽ ലൂപ്പ് അടുത്ത ഇൻഡെക്സിലോട്ട് പോകണ്ടേ. ലെഫ്റ്റ് എന്ന് പറയുന്ന പോയിൻ്റർ അടുത്തതിലോട്ട് പോകണ്ടേ. ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോൾ ഈക്വൽ ആണോ എന്ന് നോക്കും, എയും CHും ഈക്വൽ ആണോ എന്ന് നോക്കും. മാച്ച് ആവുന്നില്ലെങ്കിൽ A എന്നുള്ള Bയിലോട്ട് പോകും, Bയും CHും ഈക്വൽ ആണോ. അപ്പോൾ ഇത് മൂവ് ചെയ്യണ്ടേ. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇഫിന് പുറത്ത് ലെഫ്റ്റ് പ്ലസ് ഈസ് ഈക്വൽ ടു 1 സിമ്പിൾ. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തേ, ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇത് ബേസിക്കലി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നോക്കുക ചെയ്തത് അല്ലേ. കമൻറ്റ് ചെയ്തിടാം. വേർഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാനാണ് ഈ വൈൽ ലൂപ്പ് എടുത്ത്. ബേസിക്കലി ഒരു ഫോർ ലൂപ്പ് ഇട്ടാലും മതി. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ല, ഇനി ആ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇത് കണ്ടുപിടിച്ച് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ 2 ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. ഒന്നുകിൽ വേർഡിനകത്ത് CHൻ്റെ വാല്യൂ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ CHൻ്റെ വാല്യൂ വേർഡിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ വേർഡിനകത്ത് CHൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഫൗണ്ട് ഇൻഡെക്സിനകത്ത് -1 എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു വാല്യൂ ആയിരിക്കില്ല അല്ലേ. എന്താണോ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതായിരിക്കും. അപ്പോൾ ആ വാല്യൂ ഇല്ലെങ്കിൽ -1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, ഇഫ് ഫൗണ്ട് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു -1 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. -1 ആണെങ്കിൽ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ വേർഡ് അങ്ങ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്തു. റിട്ടേൺ ദ ഒറിജിനൽ വേർഡ് നമ്മൾ റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. ഇനി എന്താ ചെയ്യുക, റിവേഴ്സ് ചെയ്യണം. നമുക്ക് കിട്ടിയ സെഗ്മെൻറ്റിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം അല്ലേ. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെയുള്ള ഈ ഒരു പോയിൻറ്റിലെ നമ്മൾ സ്വാപ്പ് ചെയ്താണ് റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, 2 പോയിൻ്റർ തന്നെ അടുത്തത് ഇനിഷ്യലൈസ് ചെയ്യാം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഒരു വൈൽ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യുന്നു, P1 സ്മോളർ ദാൻ P2 ഇടുന്നു. P1 എന്ന് പറയുന്നത് എവിടെയാണ്, 0th ഇൻഡെക്സിൽ. ഇത് വേണമെങ്കിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൂടെ എഴുതി തരാം. ഉദാഹരണത്തിന് ABCDEF ആണ്, 0 1 2 3 4 5 ആണ്. ഇതിൽ നമുക്ക് കിട്ടി 3 എന്ന് പറയുന്ന വാല്യൂവിലാണ് നമുക്ക് വേണ്ട CH കിടക്കുന്നത്, അതായത് D എന്ന് പറഞ്ഞ വാല്യൂ കിടക്കുന്നത്. ഇവിടെ ഒരു ഡിയും കൂടെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ് സാധനം കിട്ടി, ഫസ്റ്റ് ഒക്കറൻസ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ, ഫുള്ളായിട്ട് ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കൺവേർട്ട് ടു ലിസ്റ്റ്, കൺവേർട്ട് ചെയ്ത് ലിസ്റ്റിലോട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യും,
പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യും. ഫസ്റ്റ് പോയിൻ്റർ 0-ലും സെക്കൻഡ് പോയിൻ്റർ 3-ലും ആയിരിക്കും അല്ലേ. 3 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ പോയിൻ്ററിലുള്ള വാല്യൂവിനെ ഈ പോയിൻ്ററിലുള്ള വാല്യൂലോട്ട് കൊടുക്കും, ഇവിടെ ഉള്ള വാല്യൂവിനെ ഇവിടെ ഉള്ള വാല്യൂലോട്ട് കൊടുക്കും. അതായത് ഇവിടെ ഒരു പോയിൻ്റർ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പോയിൻ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റർ ഉള്ള വാല്യൂ ഇങ്ങോട്ടും ഈ പോയിൻ്ററുള്ള വാല്യൂ ഇങ്ങോട്ടും ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കലി വൈൽ ലൂപ്പ് ഇടും. ഇതിൻ്റെ ടോട്ടൽ റണ്ണിങ് എവിടം വരെയാണ്, ഒരു വൈൽ ലൂപ്പ് ഇട്ട് P1 സ്മോളർ ദാൻ P2 എന്നുള്ള ഇനിഷ്യലൈസ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ വേർഡ് ഓഫ് P1 വേർഡ് ഓഫ് P2 ആക്ച്വലി അസൈൻ വേർഡ് ഓഫ് V എന്ന W എന്നുള്ള വേർഡാണ് കൺസിഡർ ചെയ്താൽ മതി. P2 വേർഡ് ഓഫ് P1. അപ്പോൾ എന്തായി, ഇവിടെ P1 കിടക്കുന്നു, ഇവിടെ P2 കിടക്കുന്നു. അപ്പോൾ P1-ലിട്ട് P2-ലുള്ള വാല്യൂ പോവും, P2 പൊസിഷനിൽ കിടക്കുന്നതിലോട്ട് P1 പൊസിഷനിലുള്ള വാല്യൂ പോകും. അപ്പോൾ ഇവിടോട്ട് ഇവിടെയുള്ള വാല്യൂ പോവും അല്ലേ, ഇവിടോട്ട് ഇവിടെ ഉള്ള വാല്യൂ പോവും. അപ്പോൾ A എടുത്ത് നമ്മൾ 3 ഇൻഡെക്സിലിടും, D എടുത്ത് നമ്മൾ 0 ഇൻഡെക്സിലിടും. അതാണ് ബേസിക്കലി നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ P1 + 1 P2 - 1 അല്ലേ. P എന്നുള്ള പോയിൻ്റർ എടുത്തിട്ട് ഇവിടോട്ട് വെക്കും, ഈ പോയിൻ്റർ കുറച്ചിട്ട് ഇവിടോട്ട് വെക്കും അല്ലേ. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യും, ഇത് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ വൈൽ ലൂപ്പ് സാറ്റിസ്ഫൈഡ് ആവില്ല, കാരണം രണ്ടും ഈക്വൽ ആവും അടുത്തൊരു പോയിൻ്റ്. ഇതെന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ് 1-ലോട്ട് മാറും, 1 എന്നുള്ളത് 2-ലോട്ട് മാറും. ഈക്വൽ അല്ല, P2 എന്നുള്ള വാല്യൂ P1 എന്നുള്ള വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ വൈൽ ലൂപ്പ് ബ്രേക്ക് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലുള്ള വാല്യൂസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതായത് അറേക്കകത്ത് ഇത്രയും പോർഷൻസ്, നമുക്ക് വേണ്ട അത്രയും പോർഷൻസ് റിവേഴ്സ് ആയിട്ടുണ്ടാവും. നമ്മളിനി എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് സ്ട്രിങ്ങിലോട്ട് മാറ്റും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ആദ്യം പറഞ്ഞ പോലെ വൈൽ ലൂപ്പ് എഴുതിയിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, വൈൽ ലൂപ്പിന് മുമ്പ് ലെഫ്റ്റും റൈറ്റും ഇനിഷ്യലൈസ് ചെയ്യാം. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും, നമ്മൾ വേർഡ് ഈസ് ഈക്വൽ ടു ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ വേർഡിനെ നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വൈൽ ലൂപ്പ് എഴുതും. വൈൽ ലെഫ്റ്റ് സ്മോളർ ദാൻ റൈറ്റ്. വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്താ ചെയ്യേണ്ടത്, വേർഡ് സ്വാപ്പ് ചെയ്യും. വേർഡ് ഓഫ് ലെഫ്റ്റ്, ഞാൻ P1 P2 എന്നുള്ളത് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് നിട്ടുന്നേ ഉള്ളൂ. വേർഡ് ഓഫ് ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു വേർഡ് ഓഫ് ലെഫ്റ്റ് വേർഡ് ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു വേർഡ് ഓഫ് റൈറ്റ് വേർഡ് ഓഫ് ലെഫ്റ്റ്. ഇവിടെ ഒരു ഈക്വൽ ടു മതി. സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് +=1 റൈറ്റ് -=1. അപ്പോൾ ലൂപ്പ് റൺ ചെയ്യും. പോയിൻറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ ലൂപ്പ് തീരുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ മാത്രം ആ ലിസ്റ്റിൽ റിവേഴ്സ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ട് ചെയ്യും അല്ലേ. ഒരു റിസൾട്ട് എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതിലോട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കും. ഇത് വേർഡ് ലിസ്റ്റ് എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും എന്ത്, വേർഡ് ലിസ്റ്റ്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സാധനം.
സബ്മിറ്റ് ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കിട്ടും. റോങ് ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. ഡി മാത്രമേ വന്നിട്ടുള്ളൂ. അതെന്താണ്? CHD. നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇങ്ങനെയാണ് സ്റ്റിൽ വന്നിരിക്കുന്നത്. അതെന്താ? നമ്മൾ വേർഡ് ലിസ്റ്റാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. സില്ലി മിസ്റ്റേക്ക്. യെസ്, ആൻസർ കിട്ടിയിട്ടുണ്ട്. നല്ല ആൻസർ തന്നെയാണ്. സോ ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഒരു ടൈം കോംപ്ലക്സിറ്റി എന്താണ്? വേഴ്സ്റ്റ് കേസ് സിനേറിയോ എന്താ? അതായത് നമ്മൾ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ പോവുക അല്ലേ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ, അതായത് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ അറ്റം വരെ പോകേണ്ടി വന്നത്. അതായത് നമ്മൾ CH എന്ന് പറയുന്ന വാല്യൂ ഇവിടെ അങ്ങും ഇല്ല, ലാസ്റ്റ് ഇൻഡെക്സിലാണ് ഉള്ളതെങ്കിലാണ് വേഴ്സ്റ്റ് കേസ് സിനേറിയോ. ആ വേഴ്സ്റ്റ് കേസ് സിനേറിയോയിൽ എന്താ സംഭവിക്കുക? ഓഫ് n കോംപ്ലക്സിറ്റിയാണ്, ടൈം കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ വേഴ്സ്റ്റ് കേസ് സിനേറിയോയിൽ ഓഫ് n കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ ഓഫ് n ആണ് ഇതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റിയും ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ ഓഫ് 1 തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസിൽ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് n ആണ് അല്ലേ. സോ ടൈമും സ്പേസും കോംപ്ലക്സിറ്റി ഓഫ് n തന്നെയാണ്. 2 പോയിൻ്റർ അപ്രോച്ചിനേക്കാട്ടിൽ ബെറ്റർ അപ്രോച്ച് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി 2 പോയിൻ്റർ അപ്രോച്ച് പഠിക്കുകയാണ് അല്ലേ. ഒരു 5 ക്വസ്റ്റ്യൻ ആ ഒരു 2 പോയിൻ്റർ അൽഗോരിതം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ഇതിപ്പം 4-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ 2 പോയിൻ്റർ ചെയ്തിട്ട് നമ്മൾ 2 പോയിൻ്റർ കഴിഞ്ഞ് അടുത്തതിലോട്ട് പോകും. മൊത്തം പഠിക്കണം എന്നുള്ളതാണല്ലോ. സോ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അത് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ചിൽ ചെയ്ത് തീർക്കാൻ നമ്മളെ DSA അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ വെറും 17-ാമത്തെ ദിവസം 18-ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. സോ ഒബ്വിയസ്ലി നമുക്ക് ഇനിയും മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇന്ന് ലൈവ് അല്ലായിരുന്നു, വീഡിയോ ആയിരുന്നു അല്ലേ. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ഞാൻ ലൈവ് വരാനാണ് നോക്കുന്നത്, ബട്ട് ലൈവ് ആൾട്ടർനേറ്റ് ഡേയ്സിൽ വരാം, അതായിരിക്കും ബെറ്റർ.